Hi, hello. So, a wonderful good afternoon to you all. Welcome you all to Vipras Vidya. Myself, Kavya. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് 3 ഇഫക്ട്സിനെ കുറിച്ചാണ്. ഏതെല്ലാം ആ ഇഫക്ട്സ്? യെസ്, പിഗു ഇഫക്റ്റ്, കെയ്നീഷ്യൻ എഫക്റ്റ്, അങ്ങനെയുള്ള 3 ഇഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. സോ ഹാവ് എ ലുക്ക്. പിഗു ഇഫക്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷൻ വരുമ്പോൾ ദ വേ ടു ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് വയ ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് എന്ത് ചെയ്യുക, നമുക്ക് എംപ്ലോയ്മെന്റ് കൂട്ടണം. എംപ്ലോയ്മെന്റ് കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് റേറ്റും ഇൻവെസ്റ്റ്മെന്റിലും മാറ്റം വരുത്തിയാൽ മതി എന്നുള്ളതാണ് ആര് ഇവിടെ പറയുന്നത്, ഇവിടെ പിഗു പറയുന്നത്. അതിന് പിഗു ഇഫക്റ്റ് എന്ന് പറയും. കെയ്ൻസ് എഫക്ട് എന്താ വെച്ചാൽ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് വയ വേജ് കട്ട്. ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടണം, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് കൂട്ടണം. എങ്ങനെ കൂട്ടണം എന്നാണ് അവർ പറയുന്നത്, വയ വേജ് കുറയ്ക്കുക, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കുറയ്ക്കുക. ഇതിനെയാണ് കെയ്ൻസ് എഫക്റ്റ് ആയി പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റും കൂട്ടുക, അതുപോലെ എംപ്ലോയ്മെന്റും കൂട്ടുക. അത് രണ്ടും കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വേജും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് റിയൽ ബാലൻസ് എഫക്റ്റ്. അത് പാറ്റൻകിൻ 1956 കൊണ്ടുവന്നിരിക്കുന്നത്. പിഗു ഇഫക്റ്റും കെയ്ൻസ് എഫക്റ്റും കൂടെ കൂടിയതിനെയാണ് റിയൽ ബാലൻസ് ഇഫക്റ്റ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്.